സംസ്ഥാനത്ത് എലിപ്പനി പടരുന്നു. ഈ മാസം എലിപ്പനി ബാധിച്ച് 20 പേരാണ് മരിച്ചത്. 21 മരണങ്ങൾ എലിപ്പനി മൂലമാണെന്നും സംശയമുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, സംസ്ഥാനത്ത് എലിപ്പനി പടരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ 20 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ എലിപ്പനി ബാധിച്ച് കുറെ പേർ ആശുപത്രിയിൽ ചികിത്സയിലാണോ? ഈ പകർച്ചവ്യാധികളുടെയൊക്കെ ആശങ്ക ഒന്നൊഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ വീണ്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിട്ടുമാറാതെ പകർച്ചവ്യാധി സംസ്ഥാനത്ത് തുടരുന്നു എന്നതാണ്. ഈ മാസം ഇതുവരെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 20 പേരാണ്. ഇതിൽ 21 മരണങ്ങൾ എലിപ്പനി 21 മരണങ്ങൾ എലിപ്പനിയാണെന്ന് സംശയമുണ്ട്. 317 പേർക്ക് എലിപ്പനി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ചത് 116 പേരാണ്. 2000-ഓളം പേർക്ക് ഈ മാസം ഇതുവരെ ഡെങ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ടും ആരോഗ്യവകുപ്പ് പുറത്തുവിടുകയാണ്. 20 ദിവസത്തിനിടെ വൈറൽ പനി ബാധിച്ചത് 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്കാണ്. മഴ ഇപ്പോൾ ഒന്ന് ശമിച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. എന്നിരുന്നാലും വൈറൽ പനി, ഈ പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് വ്യാപിക്കുന്നു എന്നതാണ് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതകൾ പൊതുജനം പാലിക്കണമെന്നും ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. സൂര്യ, അതേസമയം തന്നെ ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? നേരത്തെ തന്നെ മസ്തിഷ്ക ജ്വരമൊക്കെ പകരുന്ന മസ്തിഷ്ക ജ്വരമൊക്കെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ട് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. ആ സമയത്തും ഈ പകർച്ചവ്യാധി പകരുന്നതിനെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനം പാലിക്കേണ്ട മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കകളൊക്കെ തന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വരികയും ഇതിൽ എലിപ്പനി ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ആശങ്കയായിട്ട് തുടരുകയും ചെയ്യുന്നു എന്നറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. അത് പൊതുജനം പാലിക്കണമെന്നതാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കണക്ക് പ്രകാരം ഇപ്പോൾ എത്ര പേരുണ്ട് ചികിത്സയിൽ എലിപ്പനി ബാധിച്ച്? അതായത് ഈ 21 മരണങ്ങൾ നേരത്തെ എലിപ്പനിയാണെന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ മാസം എലിപ്പനി ബാധിച്ച് മരിച്ചത് 20 പേരാണ്. 317 പേർക്കാണ് ഇപ്പോൾ നിലവിൽ എലിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 8 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് 116 പേർ മരിച്ചു എന്നതാണ് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഡെങ്കിപ്പനിയും വലിയ ആശങ്കയായിട്ട് തുടരുന്നു എന്നതാണ്. 2000-ഓളം പേർക്ക് ഈ മാസം ഇതുവരെ ഡെങ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യവും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വൈറൽ പനി വ്യാപിക്കുന്നു എന്ന് തന്നെ വേണം പറയേണ്ടത്. 20 ദിവസത്തിനിടെ വൈറൽ പനി ബാധിച്ച് 2 ലക്ഷത്തോളം പേർക്കാണ്. ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ വൈറൽ പനി ബാധിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതലൊക്കെ തന്നെ പൊതുജനം എടുക്കണമെന്ന ഒരു കാര്യം ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. ശരി സൂര്യ.